ഇന്ന് മുഖ്യമന്ത്രി ചോദിച്ചതുപോലെ അപ്പുറത്തിരിക്കുന്നവരിൽ ആർക്കാണ് ഈ പോലീസിന്റെ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടതായി വന്നിട്ടുള്ളത്? എല്ലാ സംഘടനാ നേതാക്കളും പിന്നെ അതല്ലേ ബോധപൂർവം നേതാവാണ് അബിൻ വർക്കി. രാഷ്ട്രീയ എതിരാളികളെ ബോധപൂർവം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടക്കുന്നില്ല. ഇപ്പോ ഇന്ന് ഷംസുദ്ദീൻ വർത്തമാനം പറഞ്ഞുകൊണ്ട് അന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ ഈ അവസ്ഥയിലാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അന്നേരം ചോദിച്ചു, ശ്രീ എം നൌഷാദ്, പോലീസുകാരൻ പറയുന്നത് എല്ലാം വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഭരണം നടത്തുന്നത്. ഇത് പിണറായി വിജയൻ 1977 കെ കരുണാകരൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, അന്ന് പിണറായി വിജയൻ എന്ന യുവാവായ കമ്മ്യൂണിസ്റ്റ് MLA അതിഭീകരമായ മർദ്ദനമാണ് ഏറ്റുവാങ്ങിയത്. മർദ്ദനം ഏറ്റുവാങ്ങിയ ചരിത്രമുള്ള, ആ മർദ്ദനമേറ്റാൽ എങ്ങനെയാണത് ശരീരത്തെ ബാധിക്കുക എന്ന് നല്ല ബോധ്യമുള്ള, അനുഭവമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് ഉന്നയിച്ച അതേ കാര്യമല്ല ഇപ്പോൾ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒരുപാട് വരികളുണ്ട്. പക്ഷേ ഈ ഒറ്റ വാചകം ഒന്ന് എടുക്കൂ. പോലീസുകാരൻ പറഞ്ഞതൊക്കെ വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഭരണം നടത്തുന്നതെന്ന് കെ കരുണാകരനോട് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അത് സ്വയം ഒന്നുകൂടി കേൾക്കാൻ, അല്ലെങ്കിൽ ഒന്നുകൂടി അദ്ദേഹത്തിന്റെ പഴയ പ്രസംഗം വായിക്കാൻ തോന്നുന്നുണ്ടാവില്ലേ? അതല്ലേ ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ല അഭിലാഷ, ഇവിടെ രാഷ്ട്രീയ പ്രവർത്തകരെ കൈകാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളിപ്പോൾ ഭരണപക്ഷം ആയിരുന്നവർ ചെയ്ത കാര്യങ്ങൾ പറയുമ്പോൾ പഴയതല്ലേ പറയാൻ പറ്റുള്ളൂ. ആ സാങ്കേതികത്വം നിങ്ങൾ മറന്നു പോകുന്നു. ഇവിടെ അല്ല, ഞാൻ പറഞ്ഞ അതിന് ഞാൻ നേരത്തെ പറഞ്ഞു. അത് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ സെൽഭരണം ഇല്ല എന്ന് നിങ്ങൾ പറയണം. നിങ്ങൾ ആ ക്യാപ്ഷൻ മാറ്റണം. അത് വസ്തുതയല്ല. പ്രതിപക്ഷം ആക്ഷേപിക്കുമ്പോ പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം നിങ്ങൾ എന്തിനാ ഏറ്റെടുക്കുന്നത്? അല്ല, നിങ്ങൾ ഏറ്റെടുക്കുന്ന എന്തിനാണ്? അത് ക്യാപ്ഷൻ ആക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടേതായ നിലപാടുകളില്ലേ? ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ നമുക്കറിയാമല്ലോ, MM മണി, ആ MM മണിയെ വീട് വളഞ്ഞ് എടുത്ത് കേസിൽ പ്രതിയാക്കി അകത്താക്കി ശിക്ഷിക്കാൻ ശ്രമിച്ചത് കോടതി വെറുതെ വിട്ടു. ആരാണ്? ഇന്ന് മന്ത്രിമാരായിരിക്കുന്ന, നിങ്ങളിപ്പോൾ പറയുമ്പോൾ പി രാജീവിൻ്റെ, അദ്ദേഹം വിദ്യാർത്ഥി നേതാവായിരുന്നപ്പോഴുള്ളൊരു ചിത്രമുണ്ട്. മുണ്ട് പോലും ശരിക്കും ഉടുക്കാൻ കഴിയാതെ, നഗ്നത മറയ്ക്കാൻ പോലും കഴിയാത്ത തരത്തിൽ പോലീസ് അദ്ദേഹത്തെ ആക്രമിച്ച് പിടിച്ചുകൊണ്ടു പോകുന്ന ചിത്രം. ബാലഗോപാൽ പോലീസിന്റെ മർദ്ദനത്തിന് ഏറ്റെടുത്ത വലതുപക്ഷത്ത് ആ തരത്തിൽ ഇന്ന് മുഖ്യമന്ത്രി ചോദിച്ചതുപോലെ അപ്പുറത്തിരിക്കുന്നവരിൽ ആർക്കാണ് ഈ പോലീസിന്റെ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടതായി വന്നിട്ടുള്ളത്? എല്ലാ സംഘടനാ നേതാക്കളും പിന്നെ അതല്ലേ ബോധപൂർവം നേതാവാണ് അബിൻ വർക്കി. രാഷ്ട്രീയ എതിരാളികളെ ബോധപൂർവം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടക്കുന്നില്ല. ഇപ്പോ ഇന്ന് ഷംസുദ്ദീൻ വർത്തമാനം പറഞ്ഞുകൊണ്ട് അന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ ഈ അവസ്ഥയിലാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അന്നേരം ചോദിച്ചു, പിണറായി വിജയൻ അന്ന് സഭയിൽ പ്രസംഗിച്ചതുപോലെ അങ്ങനെ കണ്ടാ പോരെ? ഞങ്ങളെ മാത്രമായിട്ട് പറയുന്നത് അല്ല. ഞങ്ങളൊന്നും ഇത് കേരള പോലീസിന്റെ മർദ്ദനം പുതിയ കഥയൊന്നുമല്ല. അത്രേ ഉള്ളൂ. അത് പരമാവധി കുറഞ്ഞിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായ മുഖമായി പോലീസ് പണ്ട് ജനങ്ങൾക്ക് പേടി സ്വപ്നമായിരുന്നു എങ്കിൽ അല്ല, അത് നിങ്ങൾക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം. നിങ്ങൾക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം. ജലീൽ സഭയിൽ ചോദിച്ചതുപോലെ, ഇപ്പോ നമ്മളിപ്പോ ഒരു യുവ MLA യൂത്ത് കോൺഗ്രസിന് അബി വർക്കിയുടെ നേതാവ് ഒരു വിഷയത്തിൽ ഇടപെട്ടു. ഞാൻ അതിലേക്ക് കടക്കുകയല്ല. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരെല്ലാം അങ്ങനാണോ? അബിയും അങ്ങനാണോ? അത് ഞങ്ങൾ പറയില്ല. ഞങ്ങൾ അങ്ങനെ പറയില്ല. ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുകയും വിദേശത്ത് പാർട്ട് ടൈം ജോലി ചെയ്ത് സ്വദേശത്ത് ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ട് യൂത്ത് ലീഗുകാരെല്ലാം അങ്ങനാണോ? അങ്ങനെ അടച്ചാക്ഷേപിക്കേണ്ട കാര്യമില്ല. അതിൽ പുഴുക്കുത്തുകളുണ്ട്. ആ പുഴുക്കുത്തുകളെ ഇതുപോലുള്ള സംഭവങ്ങൾ വരുമ്പോൾ അത് മനസ്സിലാക്കി ഭാവിയിൽ ആ തരത്തിൽ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകളും നടപടികളും എടുക്കണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ എടുക്കുമ്പോൾ ഞാൻ ചോദിക്കുക, അപ്പൊ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ മുമ്പിൽ വെച്ചൊരു കൊലപാതകം നടന്നു, അതുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി അന്നേരം തൂക്കിക്കൊല്ലാൻ കഴിയുമോ? നമ്മുടെ നടപടിക്രമങ്ങൾ പാലിച്ചല്ലേ കഴിയൂ.